أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أتبع سببا حتى إذا بلغ مطلع الشمس وجدها تطلع على قوم لم نجعل لهم من دونها سترا كذلك وقد أحطنا بما لديه خبرا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 956 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 89 മുതൽ 91 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്ത് ക്ലാസ് സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أتبع سببا حتى إذا بلغ مطلع الشمس وجدها تطلع على قوم لم نجعل لهم من دونها سترا كذلك وقد أحطنا بما لديه خبرا. صدق الله العلي. സൂറത്തുൽ കഹ്ഫിലെ 89 മുതൽ 91 വരെയുള്ള വളരെ ചെറിയ ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ആ ആയത്തുകളെ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കുകയുണ്ടായി. ദുൽഖർനൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര സംഭവങ്ങളാണ് അള്ളാഹു നമ്മൾ വായിച്ചു വരുന്ന ഭാഗത്ത് വിവരിക്കുന്നത്. ചരിത്രത്തിൽ വലിയ സ്വാധീനം നേടിയ, വലിയ ദിഗ്വിജയങ്ങൾ തന്നെ നേടിയെടുത്ത വളരെ പ്രമുഖനായ ഒരു നേതാവും ഭരണാധിപനും ഒക്കെ ആയിരുന്ന ആളാണ് ദുൽഖർനൈൻ എന്ന പേരുകൊണ്ട് ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത്. അതിന്റെ വ്യത്യസ്തമായ സാധ്യതകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. ദുൽഖർനൈൻ അറിയപ്പെടുന്ന മനുഷ്യവാസമുള്ള ഭൂപ്രദേശങ്ങളിലൊക്കെയും തന്നെ അവിടെയുള്ള സമൂഹങ്ങളുടെ മേൽ വലിയ സ്വാധീനവും ആധിപത്യവും ഒക്കെ നേടുകയുണ്ടായ ഒരു വ്യക്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രമുഖമായ ചില പ്രവർത്തനങ്ങളെ ഖുർആൻ എടുത്തു പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ചരിത്രത്തിലെ വളരെ ചുരുങ്ങിയ എണ്ണം ആളുകളുടെ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ ദൗത്യം, അല്ലെങ്കിൽ വലിയൊരു കർത്തവ്യം നിർവഹിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ദുൽഖർനൈൻ. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ യാത്രയെക്കുറിച്ച് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഖുർആനും പരാമർശിച്ചത് فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുൽഖർനൈൻ പശ്ചിമ ദിശയിലേക്ക് തന്റെ സന്നാഹങ്ങളുമൊക്കെയായിട്ട് യാത്ര പുറപ്പെട്ടു. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന ഇടം വരെ അദ്ദേഹം യാത്ര തുടർന്നു. അവിടെ കലങ്ങിയ കറുത്തിരണ്ട ഒരു തടാകത്തിൽ സൂര്യൻ മറയുന്ന ഇടത്തോളം
അത് കാണുവോളം അദ്ദേഹം എത്തി. അതിന്റെ പരിസരത്തായി ഉണ്ടായിരുന്ന ഒരു സമൂഹം, അവരുടെ കാര്യത്തിൽ അള്ളാഹു ദുൽഖർനൈന്റെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് തോന്നിച്ചു. ഒന്നുകിൽ അവർക്ക് കഠിനമായ ശിക്ഷ നൽകുക, അല്ലെങ്കിൽ അവരെ വളരെ നല്ല നിലക്ക് ഇടപഴകിക്കൊണ്ട് അവരെ ശരിയാക്കിയെടുക്കുക. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് സൂചിപ്പിക്കപ്പെട്ടത്. ദുൽഖർനൈനെ സംബന്ധിച്ചിടത്തോളം അതൊരു അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പരീക്ഷണം തന്നെയായിരുന്നു. ഏതു വിധത്തില് താൻ വിജയിച്ചടക്കിയ സമൂഹത്തെ എങ്ങനെ ദുൽഖർനൈൻ കൈകാര്യം ചെയ്യും, എന്ത് നിലപാട് അവരോട് സ്വീകരിക്കും എന്ന വിഷയം. അത് സംബന്ധമായി ദുൽഖർനൈൻ സ്വീകരിച്ച നിലപാട് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായി. അവരുടെ കൂട്ടത്തിലെ അതിക്രമകാരികളെ തീർച്ചയായിട്ടും നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. അവരിലെ വിശ്വസിക്കാനും സൽക്കർമ്മികളാകാനും ആഗ്രഹിക്കുന്ന ആളുകളെ അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകുകയും അവർക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമീപനം നാം സ്വീകരിക്കും എന്നൊക്കെയാണ് ദുൽഖർനൈൻ അവിടെ വ്യക്തമാക്കുകയുണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന്റെ പടിഞ്ഞാറൻ ദിശയിലേക്കുള്ള ആ യാത്ര അറിയപ്പെടുന്ന മനുഷ്യവാസമുള്ള ഏറ്റവും അകലെയായുള്ള പടിഞ്ഞാറ് ദിശയിലുള്ള പ്രദേശത്തോളം എത്തി. അതിനപ്പുറത്തേക്ക് മനുഷ്യന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതിനപ്പുറത്ത് സമുദ്രമായിരുന്നു. അതിനപ്പുറത്തേക്കുള്ള യാത്ര മനുഷ്യന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള നിലക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള ഒരു വിവരണമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം മറ്റൊരു ദിശയിലേക്ക് നടത്തിയ സഞ്ചാരത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു വിവരിക്കുന്നത്. സുമ്മ അത്ബഅ സബബ. പിന്നീട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ സാധന സാമഗ്രികളും സജ്ജീകരണങ്ങളും ഒക്കെയായിട്ട് പുറപ്പെടുകയുണ്ടായി. സുമ്മ അത്ബഅ സബബ. ഇത് വളരെ മെറ്റഫോറിക്കൽ ആയിട്ടുള്ള ഒരു പ്രയോഗത്തെ നമ്മൾ അതിന്റെ ആശയം കൺവേ ചെയ്യുന്ന വിധത്തിൽ വിവർത്തനം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അത്ബഅ സബബ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കോഴ്സിനെ, ഒരു മീൻസിനെ പിന്തുടർന്ന് പോയി, ചേസ് ചെയ്തു പോയി, ഫോളോ ചെയ്തു പോയി എന്നൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോ മറ്റൊരു ദൗത്യവുമായി ദുൽഖർനൈൻ യാത്ര പുറപ്പെട്ടു എന്ന് അതിന് മനസ്സിലാക്കാൻ സാധിക്കും. ഹത്തായിദ ബലഗ മത്ലിയ ഷംസ്. അങ്ങനെ അദ്ദേഹം എത്തിച്ചേരുന്നത് സൂര്യോദയത്തിന്റെ ഇടത്തിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ യാത്ര ചെയ്തിരുന്ന പശ്ചിമ ദിശയിലേക്കുള്ള ആ ഡയറക്ഷനിലുള്ള യാത്ര അല്ല. ഇത്തവണ അദ്ദേഹം നേരെ എതിർ ദിശയിലേക്ക്, മനുഷ്യവാസമുള്ള ഏറ്റവും പൗരസ്ത്യമായ പ്രദേശത്തേക്കാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയുണ്ടായത്. അപ്പോ മത്ലിയ ഷംസ് എന്നാണ്. നേരത്തെ മഗ്രിബു ഷംസ് പരാമർശിച്ച പോലെ ഇവിടെ മത്ലിയ ഷംസ് ആണ് സൂചിപ്പിക്കുന്നത്. മത്ലിയ എന്ന് പറഞ്ഞ തൊലാ എന്ന് പറഞ്ഞാൽ ഉദിച്ചു എന്നാണ്. സൂര്യന്റെ ഉദയത്തിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. ഒരാശയം മനസ്സിൽ ഉദിച്ചു വരുന്നതിനും ഈ പദം ഉപയോഗിക്കാറുണ്ട്. അറബി ഭാഷയിൽ അങ്ങനെയുള്ള ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങൾ പലതിലും ഈ വാക്കിന്റെ എലമെന്റ്സ് വരുന്നത് കാണാൻ കഴിയും. അപ്പൊ സൂര്യോദയത്തിന്റെ ഇടത്തിലേക്ക്, സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗം ഏതാണോ ആ ദിശയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുവോളം യാത്ര തുടർന്നു. എന്ന് പറയുമ്പോൾ സൂര്യൻ ഭൂമിയുടെ ഏതോ ഒരു പ്രത്യേക സ്പോട്ടിൽ ഉദിച്ചു വരികയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ടതില്ല. യഥാർത്ഥത്തില് ഈ പേരുകൾ അറബിയിൽ വരുന്നത്, മഗ്രിബും മശ്രിഖും എന്ന പേരുകൾ വരുന്നത് തന്നെ സൂര്യന്റെ അസ്തമയവും ഉദയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പടിഞ്ഞാറിന് മഗ്രിബ് എന്ന് പറയുന്നതും കിഴക്കിന് മശ്രിഖ് എന്ന് പറയുന്നു. സൂര്യന്റെ ഉദയസ്ഥാനം, അസ്തമയസ്ഥാനം എന്നീ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പൊ അങ്ങനെയാണ് ഉദിച്ചുയരുന്ന ഭാഗം കിഴക്കും
അസ്തമിച്ച് താണു പോകുന്ന ഭാഗം ആ ദിശ പടിഞ്ഞാറും എന്ന നിലക്കാണ് ആ പദം പ്രയോഗത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ സൂര്യന്റെ ഉദയം സംഭവിക്കുന്ന ദിശയിലേക്ക് എത്തുവോളം അദ്ദേഹം ആ ഒരുങ്ങി പുറപ്പെട്ടുള്ള യാത്ര നിർവഹിക്കുകയും അത് എത്തുകയും ചെയ്തു. അപ്പൊ വജദഹ തത്ലു അലാ ഖൗമിൻ, ആ പ്രദേശത്ത് എത്തിയപ്പോ അദ്ദേഹം കാണാനിടയാവുന്നത് വജദഹ, ആ സൂര്യനെ അദ്ദേഹം കാണുന്നത് തത്ലു അലാ ഖൗമിൻ, ഒരു ജനതയുടെ മേൽ അത് ഉദിച്ചുയരുന്നതായിട്ടാണ്. ലം നജഅൽ ലഹും മിൻ ദൂനിഹാ സിത്ര, അതിൽ നിന്ന് സംരക്ഷണമായിട്ട് ഒരു മറയും നാം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സമൂഹം അധിവസിക്കുന്ന പ്രദേശത്താണ് ദുൽഖർനൈൻ എത്തുകയുണ്ടായത്. അപ്പൊ മത്ലിയ ഷംസിൽ എത്തിയപ്പോ അവിടെ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത്, സൂര്യൻ അതിന്റെ നെറുകയിലെത്തുന്ന, ആകാശത്തിന്റെ നെറുകയിലെത്തുന്ന ആ പ്രക്രിയയിൽ യാതൊരു തടസ്സവും ഇല്ലാത്ത വിധത്തിൽ അവരുടെ മേൽ നേരിട്ട് സൂര്യന്റെ പ്രകാശവും താപവും ഒക്കെ പതിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന് കാണാനായത്. സൂചിപ്പിക്കപ്പെടുന്നത് ഇത് ഏത് പ്രദേശമെന്നോ ഏത് തരം ആളുകള് താമസിക്കുന്ന ഇടമായിരുന്നു അത് എന്നോ ഒക്കെ നമുക്ക് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ചില ക്ലൂസ് ആണ് ഇവിടെ നൽകപ്പെടുന്നത്. അപ്പൊ വജദഹ തത്ലു അലാ ഖൗമിൻ, ഒരു ജനതയുടെ മേൽ സൂര്യൻ ഉദിച്ചുയരുന്നത്, ഉദിച്ചു പൊങ്ങുന്നത് അദ്ദേഹം കാണാനിടയായി. ആ ജനതയുടെ പ്രത്യേകത ലം നജഅൽ ലഹും, നാം അവർക്കായിട്ട് ചെയ്തു കൊടുത്തിട്ടില്ല, ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, മിൻ ദൂനിഹ, ആ സൂര്യനിൽ നിന്നായിട്ട് സിത്ര, ഒരു മറയും, ഒരു സംരക്ഷണ കവചവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതിൽ നിന്ന് സൂര്യതാപത്തിൽ നിന്നോ സൂര്യന്റെ പ്രകാശത്തിൽ നിന്നോ ഒക്കെ സ്വയം പ്രതിരോധിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു സിത്ര, ഒരു മറയോ തടസ്സമോ ഒന്നും നാം അവർക്കായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പൊ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൂര്യനിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള മറയോ സംരക്ഷണമോ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഈ കൂട്ടർക്ക് എന്ന് അള്ളാഹു പറയുകയാണല്ലോ. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാഹു അങ്ങനെ ഒരു മറ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന ഒരാലോചന നമുക്ക് ഉണ്ടാകാം. അത് ഖുർആന്റെ ഒരു ശൈലി അങ്ങനെയാണ്. ഏത് മനുഷ്യൻ എന്ത് പ്രയത്നം ചെയ്യുകയാണെങ്കിലും അതൊക്കെ തന്നെ അള്ളാഹു ചെയ്യുന്നതായിട്ടാണ് ഖുർആൻ പറയുക. കാരണം ആത്യന്തികമായിട്ട് അതൊക്കെ ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടി അള്ളാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹം ആണ്. അള്ളാഹുവിന്റെ അനുഗ്രഹവും തൗഫീഖും ഉള്ളത് കൊണ്ട് മാത്രമാണ് ആർക്കും എന്തും ചെയ്യാനാവുന്നത്. ഒമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് എന്ന്. നിങ്ങൾക്ക് വല്ലതൊക്കെ ആലോചിക്കാൻ പറ്റുന്നത് പോലും അള്ളാഹു അതിന് മശീഅത്ത് ചെയ്തത് കൊണ്ട് മാത്രമാണ്. ഇതാണ് അതിന്റെ സൂചന. അപ്പോ ഇവിടെ സൂര്യനിൽ നിന്ന്, സൂര്യതാപത്തിൽ നിന്ന്, സൂര്യപ്രകാശത്തിൽ നിന്ന് അവർക്ക് ഒരു കവചം നൽകുന്ന ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അവര് നേരിട്ട് ഫുള്ളി എക്സ്പോസ്ഡ് ടു ദ സൺ, ദ റൈസിങ് സൺ എന്ന് പറയാവുന്ന ഒരവസ്ഥയിലാണ്. പൂർണ്ണമായിട്ട് സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന, ആകാശത്തിൽ നെറുകയിലെത്തുന്ന ആ പ്രോസസ്സിൽ സൂര്യന്റെ പ്രകാശവും അതുപോലെ താപവും ഒക്കെ നേരിട്ട് അവരുടെ മേൽ പതിച്ചുകൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്ന മറ എന്ന് പറയാവുന്നത് ഒന്ന് വൃക്ഷങ്ങളാണ്, മറ്റൊന്ന് നമ്മളൊക്കെ തന്നെ താമസിക്കുന്ന ഭവനങ്ങളാണ്. മനുഷ്യൻ അതില്ലാതെ സർവൈവ് ചെയ്യൽ വളരെ പ്രയാസമാണ്. നേരിട്ട് ഫുള്ളി എക്സ്പോസ്ഡ് ടു ദ സൺ എന്ന അവസ്ഥയിൽ ഏത് കാലാവസ്ഥയിലും മനുഷ്യന് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് മനുഷ്യന് തമ്പുകളോ കൂടാരങ്ങളോ ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് കഴിയുന്നത്. അതുപോലെ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, ഭവനങ്ങൾ ഉണ്ടാക്കിയൊക്കെ താമസിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. മൃഗങ്ങൾക്ക് അങ്ങനെയല്ലാതെ സർവൈവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവര് പകലന്തിയോളം സൂര്യപ്രകാശത്തിന് എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് ഭക്ഷണം തേടി
അലിഞ്ഞ് നടക്കുന്നതും അതുപോലെ പുല്ല് തിന്നുകൊണ്ടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതും ഒക്കെ തന്നെ. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യന്റെ താപം നിയന്ത്രിതമായിട്ട് മാത്രമേ അവന് പ്രയോജനപ്പെടുത്താൻ കഴിയുള്ളൂ. അതിൽ കൂടുതലായാൽ അവന് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് അവന് ജീവന് തന്നെ ഭീഷണിയാവുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം. ഇവിടെ അള്ളാഹു ഒരു സമൂഹത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് സൂര്യനിൽ നിന്ന് പ്രതിരോധമായിട്ട് അവർക്കൊരു ഒരു അഭയകേന്ദ്രം അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ നാം ചെയ്തു കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് നേരത്തെ ദുൽഖർനൈൻ പടിഞ്ഞാറൻ ദിശയിലേക്ക് യാത്ര ചെയ്തപ്പോ അവിടെ കണ്ടുമുട്ടിയ ആ സമൂഹത്തെ പോലെയുള്ള ഒരു പരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ നാഗരികതയുടെ പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിച്ച ഒരു സമൂഹം, അതുപോലെയുള്ള ഒരു സമൂഹമായിരുന്നില്ല ഈ പൗരസ്ത്യ മേഖലയിലേക്ക് യാത്ര ചെയ്തപ്പോ അദ്ദേഹത്തിന് അവിടെ കണ്ടെത്താനായത്. അവര് നിർമ്മാണ കലയിൽ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണം, ഭവന നിർമ്മാണം പോലെയുള്ള സംഗതികൾ ശീലിച്ചവരോ അല്ലെങ്കിൽ തമ്പുകൾ പോലും കൂരകൾ പോലും ഉണ്ടാക്കാനുള്ള സാങ്കേതികമായ മികവ് നേടിയവരോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് നാടോടികളായിട്ട് പകലന്തിയോളം വെയിൽ കൊണ്ട് സൂര്യതാപമേറ്റ് അങ്ങനെ കറങ്ങി നടന്നിരുന്ന വിധത്തിലുള്ള ഒരു സമൂഹമായിരിക്കണം. നൊമാഡ്സ് ആയ, അവർക്ക് സെറ്റിൽഡ് ലൈഫ് തുടങ്ങിയിട്ടില്ലാത്ത, എവിടെയെങ്കിലും സ്ഥിരതാമസമാക്കിയിട്ട് വീടുകളും ഭവനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കി അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ആളുകൾ, ആ നിലക്കുള്ള പരിഷ്കാരം നേടാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളായിരുന്നില്ല എന്ന സൂചനയാണ് ഈ ആയത്ത് നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ പൗരസ്ത്യ ദേശത്തേക്കുള്ള അല്ലെ ദിശയിലുള്ള ദുൽഖർനൈന്റെ യാത്ര അദ്ദേഹം ചെന്ന് ചേരുന്നത് മത്ലി ഷംസിലാണ്, സൂര്യോദയത്തിന്റെ നാട്ടിലാണ്. അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന ദിശയിൽ മനുഷ്യന് എത്തിപ്പെടാൻ പറ്റുന്ന മനുഷ്യവാസമുള്ള ഏറ്റവും അകലെയായി ഉള്ള ഭൂപ്രദേശം. അവിടെയുള്ള ആളുകൾക്ക് ലം നജഅൽ ലഹും മിൻ ദൂനിഹ സിത്ര, സൂര്യനിൽ നിന്ന് സംരക്ഷണമാകുന്ന വിധത്തിൽ മറയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സമോ ഒന്നും ഉള്ള വിധത്തിലുള്ള നിർമ്മാണങ്ങളൊന്നും സാധിക്കുമായിരുന്നുള്ളവരായിരുന്നില്ല അത്. അവർക്ക് അതിനുള്ള വീടുകളോ തമ്പുകളോ കൂരകളോ ഉണ്ടാക്കി കഴിയുന്ന ഒരു സെറ്റിൽഡ് ലൈഫ് സാധ്യമായിരുന്ന ഒരു കൂട്ടരായിരുന്നില്ല. അവര് കാലാവസ്ഥയുടെ പാരുഷ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു എന്ന് അനുമാനിക്കാൻ സാധിക്കും. അപ്പോ കദാലിക വഖദ് അഹദ്നാ ബിമാ ലദൈഹി ഖുബ്റ, കദാലിക, പല മുഫസ്സിറുകളും ഈ പദം തൊട്ടു മുമ്പുള്ള ആയത്തിലേക്ക് അങ്ങ് ചേർത്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ, അതായിരുന്നു അവരുടെ അവസ്ഥ. ആ സമൂഹത്തിന്റെ പൗരസ്ത്യ ദേശത്ത് ദുൽഖർനൈൻ ദീർഘമായ യാത്ര നിർവഹിച്ച് എത്തിച്ചേർന്ന ഇടത്തുണ്ടായിരുന്ന ആളുകൾ അവരുടെ സാംസ്കാരികവും അതുപോലെ നാഗരികവും ഒക്കെയായ അവസ്ഥ ഇതായിരുന്നു. വഖദ് അഹദ്നാ ബിമാ ലദൈഹി ഖുബ്റ, നിശ്ചയമായിട്ടും നാം അറിയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ജ്ഞാനം, ഓരോ കാര്യത്തിലും അദ്ദേഹത്തിനുള്ള സാധ്യതകൾ എത്രത്തോളമായിരുന്നു എന്നത് അറിയുന്നവനാണ് അള്ളാഹു എന്നാണ് സൂചിപ്പിക്കുന്നത്. വഖദ് അഹദ്നാ ഖുബ്റ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ വളരെ മെറ്റഫോറിക്കൽ ആയിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇതിന്റെ കൃത്യമായ ചരിത്ര വിജ്ഞാനം നമ്മുടെ കയ്യിൽ ലഭ്യമാകുമ്പോൾ ഇതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ ഈ ആയത്തുകളെ മനസ്സിലാക്കുന്നതിൽ വരാനിടയുണ്ട്. അഹാത്ത ഖുബ്റ എന്ന് പറഞ്ഞ അറിവ് ഡോമിനേറ്റ് ചെയ്തു അറിവിന്റെ കാര്യത്തിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദുൽഖർനൈന്റെ മുന്നിലുണ്ടായിരുന്ന സാധ്യതകൾ എന്തൊക്കെയായിരുന്നു എന്നത് സംബന്ധമായ പൂർണ്ണമായ സമഗ്രമായ അറിവ് നമുക്കുണ്ടായിരുന്നു എന്നാണ് ആ പറയുന്നതിന്റെ ഭാഷാപരമായ സൂചന.
പക്ഷെ കൃത്യമായിട്ട് അതുകൊണ്ട് ഈ ആയത്തിന്റെ സൂചന എന്താണ് എന്നത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചോണമെന്നില്ല. ദുൽഖർനൈനെ സംബന്ധിച്ചിടത്തോളം ഈ പൗരസ്ത്യ ദേശത്ത് അധിവസിച്ചിരുന്ന സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ സാധിക്കുമായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് നന്നായി അറിയാമായിരുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വഖദ് അഹത്ന ബിമാ ലദൈഹി ഖുബറ. അദ്ദേഹത്തിന്റെ കൈകളിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്നത് അത് സംബന്ധമായ അറിവിന്റെ കാര്യത്തിൽ നാം പൂർണ്ണമായിട്ട് അതില് പൂർണ്ണമായി അതിനെ വലയം ചെയ്യാൻ കഴിഞ്ഞവനാണ് എന്നൊക്കെയാണ് അതിന്റെ ഒരു ഡയറക്റ്റ് ലിറ്ററൽ മീനിങ് പറയുകയാണെങ്കിൽ അതിന്റെ സൂചന. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് യാത്രകൾ ഇവിടെ നിർവഹിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. ഒന്ന് മഗ്രിബ് ശംസിലേക്കാണ്. അവിടെ കണ്ടുമുട്ടിയ സമൂഹത്തിന്റെ കാര്യത്തില് ദുൽഖർനൈൻ ആ സമൂഹത്തെ കീഴടക്കുകയും അവരുടെ കാര്യത്തിൽ ചില നടപടിക്രമങ്ങളൊക്കെ പിന്തുടരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അതിനുള്ള രണ്ട് സാധ്യതകൾ അള്ളാഹു സൂചിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം ചില നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്തു എന്നതാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പൗരസ്ത്യ ദേശത്ത് മത്ലി ഷംസിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്നത് അതുപോലെയുള്ള ഒരു സമൂഹമല്ല. അവര് സൂര്യന്റെ താപത്തിൽ നിന്നും പ്രകാശത്തിൽ നിന്നുമൊക്കെ അവർക്ക് സംരക്ഷണമായിട്ടുള്ള ചില പാർപ്പിടങ്ങള് സ്വന്തമായി ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത അപരിഷ്കൃതരായ ഒരു സമൂഹമായിരുന്നു എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവരുടെ കാര്യത്തിൽ ദുൽഖർനൈന്റെ സാധ്യത എത്രത്തോളമാണ് എന്നത് നമുക്ക് നന്നായി അറിയുമായിരുന്നു എന്നാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അപ്പോ കൃത്യമായിട്ട് ചരിത്രപരമായി ദുൽഖർനൈന്റെ ദൗത്യങ്ങള് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് അതിന്റെ വിശദാംശങ്ങളോടുകൂടി അറിയുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഈ ആയത്തിന്റെ കൃത്യമായ സൂചന മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാത്തപ്പോ നമുക്ക് അതിന് ഒരു അവ്യക്തതയുള്ള വേണ്ടത്ര കൃത്യതയില്ലാത്ത വിധത്തില് ഏകദേശമായ ഒരു ധാരണ ഉണ്ടാക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ ഈ മൂന്നായത്തുകളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിലെ 89 മുതൽ 91 വരെ. ഈ 2 ദിവസങ്ങളായിട്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്തുകളില് ദുൽഖർനൈൻ എന്ന വളരെ ശ്രദ്ധേയനായ ചരിത്ര പുരുഷൻ, അദ്ദേഹത്തെ കുറിച്ച് ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയാണ് നൽകപ്പെടുന്നത്. ദുൽഖർനൈന്റെ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. സാധാരണ ദിഗ്വിജയികളെയോ പോരാളികളെയോ ചക്രവർത്തിമാരെയോ പോലെ പടയോട്ടം നടത്തി നാടുകൾ കീഴടക്കി അവയെ അടക്കി വാഴുന്ന സാമ്രാജ്യത്വ താല്പര്യവുമായിട്ട് മുന്നേറുന്ന ആളുകളെ പോലെയുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. മറിച്ച് ഒരു ദൗത്യം, അത് മനുഷ്യ സമൂഹത്തിന്റെ സ്വത്വവും അസ്തിത്വവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ വിശ്വാസവും അതുപോലെ തന്നെ അവരുടെ ജീവിത ദൗത്യവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മിഷൻ, ഒരു ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദുൽഖർനൈൻ ഈ പടയോട്ടങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ്. അദ്ദേഹം നാടുകൾ കൈയടക്കുകയും കീഴടക്കുകയൊക്കെ ചെയ്യുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തി തന്റെ അധികാരം സ്ഥാപിക്കുന്ന ഒരു വ്യഗ്രതയില് ഉണ്ടായിരുന്ന നേതാക്കന്മാരെ പോലെയുള്ള ഒരു നേതാവായിരുന്നില്ല. മറിച്ച് ഒരു പ്രവാചക തുല്യമായ ദൗത്യം നിർവഹിക്കാൻ രംഗത്ത് വന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ അവസരം കിട്ടിയ, അള്ളാഹുവിന്റെ എല്ലാവിധത്തിലുള്ള തൗഫീഖും പിൻബലവും പിന്തുണയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വളരെ പ്രമുഖനായ വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ പടിഞ്ഞാറോട്ടുള്ള യാത്രയും കിഴക്കോട്ടുള്ള യാത്രയുമാണ് ഇവിടെ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. ചില കാര്യങ്ങൾ കൂടി ദുൽഖർനൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ആയത്തുകളിലായിട്ട് അള്ളാഹു ഇവിടെ തുടർന്നും പങ്കുവെക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദാംശങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.